ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയണം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമ്മളുടെ ഫേസിൻ്റെ മുകളിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, സ്കിന്നിൻ്റെ മുകളിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, ഇത് ഉള്ളിൽ നിന്നും വരുന്നത് കൂടിയാണ്. ചിലപ്പോൾ ഹോർമോണൽ ഇൻബാലൻസ് കാരണം, ഉറക്കക്കുറവ് കാരണം, സ്ട്രെസ്സ് കാരണം, ചൂട് കാരണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ കെയർ ചെയ്യാതെ പോകുന്നതുകൊണ്ടായിരിക്കും, ഭക്ഷണ രീതി കാരണമായിരിക്കും അല്ലേ. അതുകൊണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നും പറഞ്ഞ് ആരും നമ്മളുടെ സ്കിന്നിനെ വെറുക്കുകയോ പുറത്തു പോകാൻ മറുക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ പോകാനായിട്ട് നിരസിക്കുകയോ അല്ലെങ്കിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടാകുമോ അങ്ങനെ ഒന്നും ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ വെറുക്കരുത്. നമ്മൾക്കതിനെ റെഡിയാക്കി എടുക്കാമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ഉറപ്പായിട്ടും നമ്മൾക്കതിനെ റെഡിയാക്കി എടുക്കാം. നമ്മളുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ബേബിയെ കെയർ ചെയ്യുന്ന പോലെയാണ്. സോ നമ്മളുടെ സ്കിൻ നമ്മളുടെ ശത്രുവല്ല, നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു സ്കിന്നാണ് നമ്മൾക്കുള്ളത്. നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നമ്മളോടും റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസിങ് ഫേസ് പാക്കാണ്. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഈ ഫേസ് പാക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സ്കിന്നിലേക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ വേണം. നല്ല ഉറക്കം വേണം, നമ്മൾ നല്ല ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം. ഈ ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ജ്യൂസും വെള്ളവും ഒക്കെ കുടിച്ചിരിക്കണം. മോര് കുടിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജ്യൂസസ് നിങ്ങൾക്ക് കുടിക്കാം അല്ലേ. എന്തെല്ലാം വെറുതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പച്ചമാങ്ങ വെച്ച് വരെ ജ്യൂസ് ഉണ്ടാക്കാം. അതിലൊക്കെ നിറയെ കാൽസ്യവും നിറയെ നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യമുള്ള മിനറൽസ് ഒക്കെ ഉണ്ട്. മാങ്ങയുടെ സീസണാണ്, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ഹൈഡ്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, സ്കിൻ കെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയും ഡാർക്ക് സ്പോട്ടിനെയും അൺഈവൻ സ്കിൻ ടോണിനെയും ഒക്കെ മാറ്റാവുന്നതാണ്. ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ഫേസിലേക്ക് നമ്മളൊരു ക്രീമോ മോയ്സ്ചറൈസറോ ഫേസ് പാക്കോ ഒക്കെ ഇടുമ്പോൾ നമ്മളുടെ സ്കിന്നിൻ്റെ മേളിലുള്ള ആദ്യത്തെ 3 ലെയറിന് നല്ല വ്യത്യാസം ഉണ്ടാകും. നല്ലതായിട്ട് അബ്സോർവ് ചെയ്ത് അത്രയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ സ്കിന്നിൻ്റെ അടിയിൽ അത് കഴിഞ്ഞും വീണ്ടും കുറച്ച് ലെയർ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടണമെന്നുണ്ട്. അവിടെ നിന്നും കൂടെ ഉള്ളിൽ നിന്നും വെളിയിലേക്കൊരു പ്രകാശം പോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്കും കൂടെ അതിനനുസരിച്ചുള്ള ഫുഡ് എടുക്കുകയും ജ്യൂസസ് കഴിക്കുകയും ഫ്രൂട്ട്സ് കഴിക്കുകയും ഒക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. എന്തൊക്കെ ജ്യൂസാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത്, ഡെയിലി ഒരു റൊട്ടീൻ പോലെ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുവരെയും നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത് അതൊക്കെ കഴിക്കാനും ജ്യൂസസ് കുടിക്കാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ശ്രമിക്കുക. ഒട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രോൾ ഓൾസോ. ഇലക്ട്രോൾ കലക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ്. അസുഖം വരുമ്പോൾ മാത്രം കഴിക്കുന്ന ഒന്നല്ല അതൊന്നും. അതൊക്കെ നിറയെ ഒരു ജഗ് വെള്ളത്തിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് എടുത്ത് വെക്കുക. അതൊക്കെ ഈസിയാണ്. പിന്നെ ഒരു കാര്യം, ഈ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമയം കണ്ടുപിടിക്കാനും അതിനെ തേടി പിടിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഫേസിലിടാനൊക്കെ നിറയെ നേരമില്ല എന്ന് പറയുന്നവർക്ക് ഈസി ആയിട്ടൊരു ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഷെൽഫ് ബാത്റൂമിൽ ഉണ്ടാക്കുക. ഇപ്പോൾ സ്റ്റിക്ക് ഓൺ വാളിലുള്ള വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഷെൽഫൊക്കെ കിട്ടും. ഞാനത് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതുപോലത്തെ ഷെൽഫുകൾ 1, 2, 3 നിങ്ങൾ ആ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഷെൽഫാക്കാം, അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ മാത്രം ഷെൽഫാക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്കിൻ കെയർ ആണോ നിങ്ങൾ അടുത്ത 2 ആഴ്ചത്തേക്ക് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അവിടെ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കാം. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ റെഡി ആകുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5-10 മിനിറ്റൊക്കെ ആവത്തില്ല നമ്മൾ കുളിക്കാൻ റെഡി ആവാനായിട്ട്. അത്ര നേരം കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാൻ എളുപ്പമാണ്. കുളിക്കുമ്പോൾ വാഷ് ചെയ്യുന്ന കാരണം പ്രത്യേകിച്ച് നമ്മൾ ഡ്രസ്സിലൊന്നും ആകാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബാത്റൂമിൽ തന്നെ ഷെൽഫിലുണ്ടാവും. അപ്പോൾ എടുത്ത് ഇടാൻ നമ്മൾക്കൊരു മടി തോന്നത്തില്ല. ഈ മടിയാണ് നമ്മളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ ചെയ്യാത്തതിന് എല്ലാം വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്യാതെ എത്ര പേരുണ്ട്? ഒരുപാട് പേരില്ലേ? നിങ്ങൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങി വെച്ചിട്ട് പകുതിയും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും അൺഈവൻ സ്കിൻ ടോണും ഒക്കെ ഉള്ളവർ അതിനെ ശരിയായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ സ്കിന്ന് ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടി പോലെയാണ്. ഒരു റോസ് പ്ലാന്റ് എന്ന് വെച്ചുക്കോ, ഒരു റോസ് പ്ലാന്റ് എന്ന് വിചാരിച്ചു. ആ റോസ് പ്ലാന്റ് നന്നായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ആ റോസ് പ്ലാന്റ് നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും. നല്ല വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന റോസ് പ്ലാന്റിനുണ്ടാവും. നമ്മളതിനെ ഡെയിലി കെയർ ചെയ്യുകയും നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ നല്ല ഫ്ലവേഴ്സ് തന്ന് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലാന്റിന്
നമ്മൾ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും. തറയിലാണെങ്കിലും റോസ് പ്ലാന്റ് അങ്ങനെയാണ് അല്ലേ, ബൊഗൈൻവില്ലയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളുടെ സ്കിന്ന് ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന റോസ് പ്ലാന്റ് ആണ്, അതിന് ഡെയിലി വെള്ളം ഒഴിക്കണം, കെയർ ചെയ്യണം. എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റോസ് ഫ്ലവർ പോലെ ഭംഗിയുള്ള ഒരു ഫേസ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കിൻ കെയറിലേക്ക് പോകാം. നമ്മൾ നോക്കുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടിനും അൺഈവൻ സ്കിൻ ടോണിനും ഒക്കെയുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് ഇത്രയും ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇതിനെയൊക്കെ കളറാക്കി നമ്മളുടെ ഫേസിൽ തരാൻ കഴിവുള്ള ഈ ഒരു ഫേസ് പാക്കിന് നമ്മളുടെ ഫേസിനെ പാടുകളൊന്നുമില്ലാത്ത സ്പോട്ട്ലെസ് സ്കിന്നാക്കി മാറ്റാൻ പറ്റും. ഞാൻ ഒരിക്കലും ഗ്ലാസ് സ്കിൻ എന്ന് പറയില്ല. നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യനിൽ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർക്കുകളൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള മുഖശ്രീയുള്ളൊരു മുഖം എന്നാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ജപ്പാനിലും കൊറിയയിലും ഉള്ള ആൾക്കാരുടെ ഫേസ് പോലെ അല്ല അവരുടെ സ്കിന്ന് പോലെ നമ്മൾക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഏഷ്യൻ കൺട്രീസിൽ നമ്മൾക്ക് ജീവിക്കാൻ സാഹചര്യം പൊരുത്തപ്പെടുന്ന ഒരു സ്കിന്നാണ് നമുക്കുള്ളത്. എല്ലാവർക്കും തന്നെ അതിനെ മാക്സിമം ബെറ്റർ ആക്കാം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ അവരെ പോലാകുക ഇവരെ പോലാകുക എന്ന് ചിന്തിക്കാതിരിക്കുക. എസ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ നമ്മൾ സെക്കൻഡ് ടീനേജിലാണ്. നമ്മൾ ഫസ്റ്റ് ടീനേജ് നമ്മൾ 17, 18, 19 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് പിന്നെ ഇടയ്ക്കുള്ളത് നമ്മളൊരു ഒരു നല്ലൊരു വുമണായിട്ട് ക്യൂനായിട്ട് നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്താണ്. ഇത് സെക്കൻഡ് ടീനേജ് ആണ് നമ്മളുടെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. സോ അതിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെയും ഡിസിപ്ലിനോടെയും പക്വതയോടെയും വയസ്സായിട്ടെന്ന് വെച്ചാൽ എന്താണ്, പക്വതയോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ആർത്തി പിടിച്ച് ഒരുപാട് ചെയ്യുന്നതല്ല, വേണ്ട പോലെ വേണ്ട വിധത്തിൽ വേണ്ടത്രയും മാത്രം ചെയ്യുന്നതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഒരിക്കലും എക്സ്ട്രാവോ ലെസ്സോ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ കുറച്ച് സംസാരിച്ചു, പക്ഷേ ഇത് സംസാരിക്കാതെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ പാക്ക് ഞാൻ തന്നതുകൊണ്ട് ഒരു യൂസുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു പോകാം എന്തിലൊക്കെ മിക്സ് ചെയ്യാമെന്ന്. മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് ഫേസിലിടുക. ഫേസിലിട്ടിട്ട് ഫുൾ ഡ്രൈ ആകുന്നതിന് മുന്നേ വാഷ് ചെയ്യുക. ഫസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് ഉറപ്പാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ മസ്റ്റാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇങ്ങനെ 3 times റിപ്പീറ്റ് ചെയ്യുക. വാഷ് ചെയ്ത ഉടനെ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ദിവസവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഐസ് റബ്ബ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ക്യൂബ് ഓഫ് ഐസ് തീരുന്നിടം വരെ റബ്ബ് ചെയ്താൽ മതി. 2 മിനിറ്റോ 3 മിനിറ്റോ അതിൽ കൂടുതൽ റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ഈ വാഷ് ചെയ്ത വെള്ളം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റബ്ബ് ചെയ്യണം. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫേസിലോട് ചിലപ്പോൾ ഐസ് വെച്ചാൽ ഐസും സ്കിന്നും കൂടെ ഒട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്കിന്നൊക്കെ ഡാമേജ് ആകും, തൊലി പറഞ്ഞു പോരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ നോക്കുന്നത് നോക്കാം. ഒരുപാട് ഹെർബ്സ് എല്ലാം കൂട്ടിയിട്ട് അതിൻ്റെതായ രീതിയിൽ വളരെ റോയലായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനെ തുടർന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഫേസ് ഗ്ലോ ചെയ്യാനുമുള്ള മോയ്സ്ചറൈസറാണ്. ഇത് രണ്ടും നമ്മൾക്ക് എക്സ്ട്രാ ഗ്ലോ ഓൺ അവർ സ്കിൻ തരും. നമ്മളുടെ വിഭൂതിയിൽ ഇത് രണ്ടും അവൈലബിൾ ആണ്. വിഭൂതി എന്ന് പറഞ്ഞാൽ തമിഴിൽ ഭസ്മം എന്നാണ് അർത്ഥം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഭസ്മത്തിന് സാൻസ്ക്രിറ്റിലുള്ള നെയിം എന്താണെന്ന് വെച്ചാൽ ദ റേഡിയൻ ഗ്ലോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം റേഡിയൻ ഗ്ലോ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ പാക്ക് ഇതാണ്. 12 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നതാണ്. അതിൽ മെയിൻ ആയിട്ടുമുള്ളത് ത്രിഫല, ജാതിക്ക, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് രക്തചന്ദനമാണ്. ഇതിന്റെയൊക്കെ ഗുണങ്ങൾ നമ്മളുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ കാഠിന്യത്തെ കുറയ്ക്കുകയും സ്വാഭാവികമായ തിളക്കം തരികയും ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റോറിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ പൗഡർ. ഇതിലടങ്ങിയിരിക്കുന്ന ത്രിഫല ചർമ്മത്തിന്റെ കറുത്ത പാടുകളെ മാറ്റുകയും ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കുകയും ചെയ്യും. ത്രിഫല ചർമ്മത്തിന് സ്വാഭാവികമായ ഗ്ലോയും നിറവും ഒരുപോലെ തന്നെ നൽകുന്നതാണ്. ത്രിഫലയിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ സംരക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരമാക്കി നിർത്താൻ സഹായിക്കുന്നു. നമ്മൾ ഇന്നത് മിക്സ് ചെയ്യുന്നത് മാൻഡ്രിയൻ ഓറഞ്ച് വെച്ചിട്ട്, ഓറഞ്ചിന്റെ ജ്യൂസ് വെച്ചിട്ടാണ്. മാൻഡ്രിയൻ ഓറഞ്ച് ആകുമ്പോൾ കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുകയും വൈറ്റമിൻ സി ഉണ്ടെങ്കിലും അതിന്റെ കാഠിന്യം കുറച്ച് കുറയുകയും ചെയ്യും. ചിലർക്ക് സ്കിന്നിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് എന്ത് മീഡിയം വെച്ചിട്ട് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യാം. തക്കാളി പൾപ്പ്, പപ്പായ പൾപ്പ്, പൊട്ടറ്റോ ജ്യൂസ്, അല്ലെങ്കിൽ നല്ല പഴുത്ത് പോയ വാഴപ്പഴം, അല്ലെങ്കിൽ തേങ്ങാപ്പാല്, നല്ല മോര്, തൈര്, യോഗട്ട്, അങ്ങനെ നിങ്ങളുടെ ഫേസിലേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മാച്ച് ആകുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്കുള്ളത്, മെലാസ്മയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ 5 ഡ്രോപ്പ് ഫ്രാങ്കിൻസെൻസ് ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ നിങ്ങൾക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഗുണം നൽകുന്നതാണ്.
ഇതിലടങ്ങിയിരിക്കുന്ന റെഡ് സാൻഡൽവുഡ് മുഖത്തെ ഹൈപ്പർ പിഗ്മെന്റേഷനും കറുത്ത പാടുകളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ചർമ്മത്തെ ശാന്തമാക്കി സൂര്യപ്രകാശം മൂലമുള്ള ടാനിനെ മാറ്റുകയും നിറവ്യത്യാസത്തെ മാറ്റിത്തരികയും ഒക്കെ ചെയ്യുന്നതാണ്. അൺഈവൻ സ്കിൻ ടോണിന് ഒരു പരിഹാരമാണ് റെഡ് സാൻഡൽവുഡ്. മുഖത്തിന് സ്വാഭാവികമായ തിളക്കവും മൃദുത്വവും നൽകാൻ നമ്മളെ റെഡ് സാൻഡൽവുഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട്, അരി കഴുകിയ വെള്ളമാണെങ്കിലും നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതുപോലെ ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുകി വൃത്തിയുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതൊരു 3 മിനിറ്റ് കഴിഞ്ഞ് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾക്ക്. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് ഫേസിൽ വെക്കേണ്ടത് 7 മുതൽ 10 മിനിറ്റ് വരെയാണ്. മുഖം ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണം. ഒരിക്കലും ഡ്രൈ ആകാൻ നിൽക്കരുത്. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വീഴാൻ സാധ്യതയുണ്ടാവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഈ ഫേസ് പാക്കിൽ അടങ്ങിയിരിക്കുന്ന ജാതിക്ക മുഖത്തിലെ കറുത്ത പാടുകളും ഹൈപ്പർ പിഗ്മെന്റേഷനും മങ്ങാൻ സഹായിക്കുന്നു. ജാതിക്കയിലെ സ്വാഭാവികമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരുവിന് ശേഷം ഉണ്ടാകുന്ന പാടുകളെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ജാതിക്ക ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാനും സ്കിൻ ടോണിനെ ഇംപ്രൂവ് ആകാനും സഹായിക്കുന്നു. 10 മുതൽ 7 മിനിറ്റ് വരെ ഫേസിൽ വെച്ച ശേഷം നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു ഐസ് റബ്ബ് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഐസ് റബ്ബ് കൊടുക്കാൻ. എന്നിട്ട് ഈ മോയ്സ്ചറൈസർ, ഇത് റെഡ് സാൻഡൽവുഡിന്റെ മോയ്സ്ചറൈസർ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് നിങ്ങൾക്ക് കാലത്തും വൈകുന്നേരവും നിങ്ങളുടെ ഫേസിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്കിത് മേക്കപ്പിന് മുന്നേയുള്ള പ്രൈമറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ ക്രീം നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ഫേസ് പാക്ക് 3 അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ ആഴ്ചയിൽ ഉപയോഗിക്കാവുള്ളൂ. ഡെയിലി ഉരച്ച് നമ്മളുടെ ഫേസിൽ പാക്കിട്ട് കഴുകുന്നത് നമ്മളുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നോർക്കണം. റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസിയോടെ സ്കിൻ കെയർ ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇത്രയും ഹെർബ്സ് ഒന്നിച്ച് ചേർന്ന് ഇൻഫ്യൂസ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഫേസിലേക്ക് ഇടുന്നത്. ഓൾറെഡി തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്നതാണ്. നല്ല ബ്ലെൻഡായിട്ട് നല്ല ഒരു പാക്കായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് ബ്ലെൻഡ് ചെയ്ത് വെച്ച് ഇതിനെ പാകപ്പെടുത്തിയാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുന്നത്. നിങ്ങൾ ഇതൊരു മീഡിയേറ്റർ വെച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഫേസിലേക്ക് എന്താണോ ചേരുന്നത്, ചിലർക്ക് പൊട്ടറ്റോ ജ്യൂസ് ആയിരിക്കാം, പപ്പായ പൾപ്പായിരിക്കാം, ടൊമാറ്റോ പൾപ്പായിരിക്കാം, അല്ലെ എന്താണ് നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ വെച്ച് മിക്സ് ചെയ്യാം. കാസ്റ്റർ ഓയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരുപാട് ഒഴിക്കരുത്, ഒരു 4-5 തുള്ളി മാത്രമേ ഒഴിക്കാവുള്ളൂ. അതും ആഴ്ചയിൽ 1-2 ദിവസം അല്ലെ 3 ദിവസം മാത്രം ഒഴിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ഓയിൽ, അതിലെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ട് ബാക്കി മീഡിയേറ്റർ വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. നിങ്ങൾ ഡെയിലി കെയർ ചെയ്താൽ മാത്രമേ ഇത് ചെയ്തുള്ളൂ. ഫേസ് പാക്ക് ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ മാത്രമേ ഇടാവുള്ളൂ. മോയ്സ്ചറൈസർ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഇടാവുന്നതാണ്. നമ്മളുടെ ആ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് മേക്കപ്പ് പ്രൈമർ പോലെയും ഉപയോഗിക്കാവുന്നതാണ്. ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫേസിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ കൺസീലർ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്കിന്നിലേക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു ഗ്ലോയും ഒക്കെ കിട്ടുന്നതാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞറിയിക്കാൻ മറക്കരുത്. അതുപോലെ എപ്പോഴും ഞാൻ ചോദിക്കുന്ന പോലെ എവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് എന്നോടൊന്ന് എഴുതി അറിയിക്കണം. പിന്നെ ആർക്കെങ്കിലും ഇന്ന് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് പറയുകയാണ്, ഹാപ്പി ബർത്ത്ഡേ ടു യു ഓൾ ഹു ആർ സെലിബ്രേറ്റിംഗ് ബർത്ത്ഡേ ഓൺ ദിസ് ഡേ. സോ നമ്മൾക്ക് ഇനി എന്നും അതുപോലെ ബർത്ത്ഡേ വിഷസ് ചെയ്യാം. കാരണം നമ്മൾ കുറച്ചൊരു ഏജൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ കടമകളൊക്കെ മാറ്റി ഒരിടത്തിരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. നിങ്ങളുടെ എത്ര പേരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ വീട്ടിൽ? പക്ഷേ വേറെ ആരും എഫേർട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് വരൂ കുട്ടികളെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മൾക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങളുടെ മുന്നിൽ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ വിളിക്കുക, ഒന്നും മനസ്സിൽ വിചാരിക്കണം, നിങ്ങൾ വിളിക്കുക, വരൂ നമ്മളുടെ ബർത്ത്ഡേ കേക്ക് ഇന്ന് കട്ട് ചെയ്യാം, എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ നിങ്ങൾ കാരണമാണ് അമ്മയായത് അമ്മുമ്മയായത്, അപ്പോൾ ഇന്നത്തെ ഡേ നിങ്ങളുടെയും കൂടെ ഡേ ആണ്, സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുക. സോ അത്രയ്ക്കും പോസിറ്റീവോടെ നിങ്ങൾ ലൈഫിനെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആരും ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചില്ല, കട്ട് ചെയ്തില്ല, നമ്മൾക്ക് ആരാവുള്ള, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മളെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നമ്മൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പുറത്ത് അവരുടെ ആ ഒരു അടിച്ചമർത്തൽ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കെയർ ചെയ്യാൻ ചിലർക്ക് മനഃപൂർവ്വം ടൈമില്ലാത്തവരായിരിക്കും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ടൈമില്ലാത്തവരാണെങ്കിൽ അവർക്കൊരു ഗിൽറ്റ് ഉണ്ടാകും. നമ്മളുടെ കുട്ടികളുടെ മനസ്സിലൊരു ഗിൽറ്റ് ഉണ്ടാകാനായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല.
അവർക്കത് എന്നും ലൈഫ് ലോങ് ഒരു ഗിൽറ്റായിട്ട് മനസ്സിൽ കിടക്കുക. അപ്പോൾ ഗിൽറ്റിനാണ് ഒരിടം കൊടുക്കാതിരിക്കുക. ഇനി കെയർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് വാണ്ട് എനിബഡീസ് കെയർ, വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് വിചാരിക്കുക. എന്നിട്ട് പോയി നിങ്ങൾ തന്നെ നല്ലൊരു കേക്ക് വാങ്ങിക്കുക, നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കുക, ഒരു ഹാൻഡ് ബാഗ് വാങ്ങിക്കുക, സ്റ്റൈലായിട്ട് നടന്നു പോവുക. എന്നിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കുക. നമ്മളുടെ ബർത്ത്ഡേയുടെ അന്ന് അവർക്ക് സർപ്രൈസ് കൊടുത്താൽ ദാറ്റ് വിൽ ബി ഫണ്ടാസ്റ്റിക്, റൈറ്റ്? സോ നമ്മൾ കട്ട് ചെയ്തിട്ട് അവരെ വിളിച്ച് സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. കുത്തുവാക്കളൊന്നും പറയരുത്. കാരണം നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തല്ലോ, എൻ്റെ ബർത്ത്ഡേ കേക്ക് നിങ്ങൾ വാങ്ങിച്ചില്ല, അതൊന്നും വേണ്ട. നമ്മൾ വാങ്ങിക്കുക, എന്നിട്ട് അവരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആയിരിക്കും. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോയി ഡിന്നറിന് പോവുക, കഴിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഒരു ബർത്ത്ഡേ കേക്ക് ടേബിളിൽ കൊണ്ടുവരാനോ ഒരു ബർത്ത്ഡേ സോങ് വെക്കാനോ. ദേ വിൽ വണ്ടർ. അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ ലൈഫിനെ പോസിറ്റീവോടെ മാത്രം കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്തു തരണം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ പോലും ചെയ്യാത്ത കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണം എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. നമ്മളാണ് നമ്മളുടെ കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്ന തെറ്റുകൾ നീ തെറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് തിരുത്താൻ പോയാൽ ആരും തിരുന്നില്ല. ഓക്കെ, ആരും തിരുந்தாതെ. അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്കൊരു ഗൈഡായി മാറുക. നമ്മൾ ഇങ്ങനെ ചെയ്ത് അവർ ആ ഒരു പ്രാക്ടീസിലേക്ക് വന്നോളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓവർ ഈഗോ വേണ്ട, ഓവർ മസിൽ പിടുത്തം വേണ്ട, ബലം വേണ്ട. ഓക്കെ, ഡൂ യുവർ ലൈഫ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ലീവ് യുവർ ലൈഫ് ബ്യൂട്ടിഫുള്ളി. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, ലൈഫ് ഞങ്ങൾ മാറ്റി, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ ഇത് ചെയ്യാൻ എന്ന് വെച്ച് ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അത് വേണം ചെയ്യാൻ. നമ്മൾക്ക് നമ്മുടെ ലൈഫ് എത്ര വേണേലും എൻജോയ് ചെയ്യാം. പക്ഷേ അത് മറ്റുള്ളവർക്കൊരു ഹേർട്ടിങ് ആയോ ഉപദ്രവമായോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ പൈസ എടുത്തോ അല്ലെങ്കിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്രയും സമ്പാദിക്കാൻ പറ്റുന്നിടത്തോളം അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ വീട്ടിലുള്ള ആളുകൾക്ക്, നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു മാതൃകയാകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉടനെ തന്നെ അവർ നിങ്ങളോട് നിങ്ങൾ ഞങ്ങൾക്കൊരു മാതൃകയാണെന്നൊന്നും പറഞ്ഞെന്നിരിക്കത്തില്ല. മേ ബി വൺ ഡേ ദേ വിൽ റിയലൈസ് നമ്മൾ അവർക്കൊരു മാതൃകയായിരുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു ദിവസം സെൽഫായിട്ട് വരും. അവർ സ്വയം മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയോ നമ്മളുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കുകയൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് അങ്ങ് ചെയ്തിട്ടാൽ മാത്രം മതി. അവരത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈഫ് പോസിറ്റിവിറ്റിയോടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളെയും മനസ്സിലാക്കിക്കാനായിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സാറ്റർഡേ മേ ബി ദിസ് സാറ്റർഡേ മുതൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്കെൻ്റെ സമയം കിട്ടട്ടെ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറും. എല്ലാവരും സ്കിൻ കെയർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയുള്ള മെസ്സേജുകളും നിങ്ങളുടെ വാട്സപ്പും നിങ്ങളുടെ എല്ലാം കമൻറ്റുകളും എല്ലാം തന്നെ ഞാൻ പേഴ്സണലായിട്ട് വായിക്കാറുണ്ട്. പേഴ്സണലായിട്ട് തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. അതായത് പബ്ലിക്കിനെ കുറിച്ച്, ആളുകളുടെ മനസ്സിനെക്കുറിച്ച്, ആളുകളുടെ തോട്ട്സിനെക്കുറിച്ച്, അവരുടെ വിഷമങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിഷമമുള്ളിടത്ത്, കണ്ണീരുള്ളിടത്ത് ഒരു ചെറിയൊരു തൂവൽ സ്പർശം അല്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. ഒരുപാട് വിഷമിക്കുന്ന എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. എല്ലാവരുടെയും വിഷമത്തിന് അവരവർക്ക് നിറയെ ഇമ്പോർട്ടൻസും ഉണ്ട്. അതിൻ്റെ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ വിഷമം എന്ന് പറഞ്ഞു തന്നിരിക്കും. അതിനെ ഒന്നും കാര്യമാക്കി എടുക്കണം. നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടെത്തുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് എന്ന് മനസ്സിലാക്കുക, സന്തോഷമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നല്ല സുന്ദരിയായിട്ടിരിക്കട്ടെ എപ്പോഴും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണുന്നവരെ ടേക്ക് കെയർ.